അധികമാരും ശ്രദ്ധിക്കാതെന്നാൽ ഇപ്പോൾ സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് കയറി വരുന്ന ഒരു മണ്ഡലമായി മാറുകയാണ് ആറന്മുള. വീണ ജോർജ്, ആരോഗ്യമന്ത്രി വീണ ജോർജ് മത്സരിക്കുന്ന മണ്ഡലം. അവിടെ RSSന്റെ പ്രചാരകൻ, ഒരുപക്ഷെ കേരളത്തിൽ മത്സരിക്കുന്ന ഒരേ ഒരു RSS പ്രചാരകൻ കുമ്മനം രാജശേഖരനായിരിക്കും. RSS പ്രചാരകൻ കളത്തിൽ ഇറങ്ങിയതോടുകൂടി തന്നെ പ്രായഭേദമന്യേ കൊച്ച് സ്വയംസേവകർ മുതൽ പ്രായമായ സ്വയംസേവകർ വരെ എല്ലാവരും കളത്തിൽ, സംഘപരിവാർ ഒറ്റക്കെട്ടായി തന്നെ കളത്തിലിറങ്ങി വീട് വീടാന്തരം കയറി വോട്ടഭ്യർത്ഥിക്കുന്ന കാഴ്ച. ഒപ്പം തന്നെ അരികു പറ്റിയ ജീവിതങ്ങൾക്ക് തുണയായി നിന്ന് രാജേട്ടന് വേണ്ടിയിട്ട് അവിടെ ഈ പിന്നോക്ക വിഭാഗ സംഘടനകൾ അടക്കം തെരുവിലിറങ്ങുന്ന ഒരു കാഴ്ച, വോട്ട് നൽകണമെന്നൊരു അവസ്ഥ. കാരണം ആറന്മുള സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുമ്മനം രാജശേഖരൻ എന്ന വ്യക്തിയെ ആറന്മുളക്കാർക്ക് മറക്കാൻ കഴിയില്ല. അവിടുത്തെ പരിസ്ഥിതിക്ക് നാശം വരുത്തി വെച്ചുകൊണ്ട് പൈതൃകളെ തകർക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അവിടെ കൊണ്ടുവന്ന ആറന്മുള വിമാനത്താവളത്തിനെ എതിർത്തുകൊണ്ട് സമരം ചെയ്ത വ്യക്തിയാണ് ശ്രീ കുമ്മനം രാജശേഖരൻ. ആ സമരത്തിന് ഒടുവിൽ എല്ലാവർക്കും പിന്തുണ അർപ്പിക്കേണ്ടതായി വന്നു. ഒടുവിൽ ആ സമരം വിജയം കണ്ടതാണ്. അതിനു മുമ്പ് നിലയ്ക്കൽ സമരം. അങ്ങനെ സമരങ്ങളുടെ നായകനായ കുമ്മനം രാജശേഖരൻ വീണ്ടും ആറന്മുളയിൽ തന്നെ മത്സരിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ആറന്മുള അദ്ദേഹത്തിന്റെ ഒരു വീട് തന്നെയാണ്. അദ്ദേഹം രൂപം കൊടുത്തിട്ടുള്ള അനവധി സംഘടനകൾ, അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ള ഇടങ്ങൾ, അങ്ങനെ വിവിധ മേഖലകളിൽ സജീവ സാന്നിധ്യമാണ് കുമ്മനം രാജശേഖരൻ. ആ രാജേട്ടനെ വിജയിപ്പിക്കണം എന്ന് ഒരു വലിയ രീതിയിലുള്ള ഒരു ചലനം സൃഷ്ടിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ BDJS ആയിരുന്നു മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ വോട്ടിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷെ 2016 അവിടെ MD രമേശാണ്, BJP നേതാവ് MD രമേശ് മത്സരിക്കുക 37,906 വോട്ടുകൾ നേടുകയും ചെയ്തൊരു മണ്ഡലമാണ്. അവിടെ കുമ്മനത്തെ പോലെ പരിണിതപ്രജ്ഞനായ, മണ്ഡലത്തിന്റെ മുക്കും മൂലയും അറിയാവുന്ന, ഏവർക്കും സ്വീകാര്യനായ ഒരു വ്യക്തിത്വത്തെ നിർത്തുന്നതിലൂടെ BJP ഉദ്ദേശിക്കുന്നത് വിജയത്തിൽ കുറഞ്ഞൊന്നുമല്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ആറന്മുള, കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങളുടെ ടീം ഈ ആറന്മുളയിലും മറ്റുമൊക്കെ പോയിരുന്നു. അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയൊരു ചലനം ഉണ്ടാക്കാൻ കുമ്മനം രാജശേഖരന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ നിന്നും വലിയ രീതിയിലുള്ള PR വർക്കുകൾ അദ്ദേഹത്തിന് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള സ്വാധീനം, എവിടെ ചെന്ന് കഴിഞ്ഞാലും ഏതൊരു പ്രവർത്തകന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ സാധാരണപ്പെട്ട ജനത്തിന്റെ അടുത്ത്, കടകളിലാകട്ടെ തെരുവോരങ്ങളിലാകട്ടെ, എവിടെ ചെന്ന് ചോദിച്ചാൽ അവരാദ്യം പറയുന്ന പേര് കുമ്മനം രാജശേഖരന്റെയാണ്. വലിയ മുന്നേറ്റം തന്നെ, ഒരുപക്ഷെ ഒരു ചെറിയ മാർജിനിലാണെങ്കിൽ പോലും ജയിച്ചു കയറാൻ സാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് കുമ്മനം രാജശേഖരൻ. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ